നമസ്കാരം. വേദ ജ്യോതിഷപ്രകാരം ഗ്രഹങ്ങളുടെ മാറ്റങ്ങളാണ് രാജയോഗങ്ങൾക്കും മറ്റ് ശുഭയോഗങ്ങൾക്കും കാരണമായി തീരുന്നത്. രാജയോഗങ്ങളുടെ രൂപീകരണത്തിലൂടെ പല രാശിക്കാർക്കും ജീവിതത്തിൽ മാറ്റങ്ങൾ കടന്നു വരാം. ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ എല്ലാ മാസത്തിലും രാശി മാറുന്നതുമാണ്. ജൂണിലെ രാശി മാറ്റത്തിൽ വളരെയധികം വിശേഷപ്പെട്ടതായ ഒരു രാജയോഗത്തിന് കാരണമായി തീർന്നിരിക്കുകയാണ്. ജൂണിലെ സൂര്യന്റെ രാശിമാറ്റത്തിലൂടെ സൂര്യൻ വ്യാഴവും തമ്മിലുള്ള സംയോഗം ഉണ്ടാവുകയും ഗുരു ആദിത്യയോഗം എന്ന വളരെ സവിശേഷമായ രാജയോഗം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ഈ രാജയോഗം ചില രാശിക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾക്ക് കാരണമായി തീരാം. സാമ്പത്തിക ലാഭങ്ങൾ, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനപരമായ നേട്ടങ്ങൾ, ജോലി ലഭിക്കുക, ബിസിനസ് പരമായ നേട്ടങ്ങൾ വന്നു ചേരുക, അപ്രതീക്ഷിതമായ ധനസ്രോതസ്സുകളിൽ നിന്നും ധനപരമായ നേട്ടങ്ങൾ, അത് ലോട്ടറിയുമായി ബന്ധപ്പെട്ടുമാകാം. അത്തരത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ ധനപരമായ ഉയർച്ച ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഏതെല്ലാം രാശിക്കാർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരിക എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. എവരും ഓം മഹാലക്ഷ്മിയെ നമ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. കുംഭം രാശി. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അവിട്ടം അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. കുംഭം രാശിയിൽ ജനിച്ചവർക്ക് ഗുരു ആദിത്യയോഗം ലാഭകരമായി തീരാം. ഈ സംയോഗം കുംഭം രാശിയുടെ 5ാം ഭാവത്തിലാണ് രൂപം കൊള്ളുക. അതിനാൽ ഈ രാജയോഗത്തോടെ ഈ രാശിക്കാർക്ക് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഭാഗ്യം, സന്തോഷം, ഐശ്വര്യം ജീവിതത്തിലേക്ക് കടന്നു വരാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ശുഭകരമായ വാർത്തകൾ പോലും കേൾക്കുവാൻ യോഗം വന്നു ചേരാം. പുതിയ ജോലി ലഭിക്കുവാനും വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരുവാനും യോഗം കടന്നു വരും. ധനം, സമ്പത്ത്, നിക്ഷേപം എന്നിവയുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങളുടെ സമയമാണ്. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. കരിയറുമായി ബന്ധപ്പെട്ട് അപ്രതീക്ഷിതമായ ഉയരങ്ങൾ എത്തുവാൻ സാധിക്കും. കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ, സുഖ സൗകര്യത്തോടെ ജീവിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങൾ ഈ സമയം നിങ്ങൾക്ക് വന്നു ചേരാം. ലോട്ടറിയുമായി ബന്ധപ്പെട്ടാകാം. വലിയ സമ്മാനങ്ങൾ ലഭിക്കുകയോ അല്ലെങ്കിൽ ലഭിക്കാനുള്ള ധനം ലഭിക്കുകയോ നറുക്കെടുപ്പുകളിലൂടെ വിജയങ്ങൾ നേടുകയോ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ഇത്തരത്തിൽ പല വഴികളിലൂടെയും ധനം അപ്രതീക്ഷിതമായ ജീവിതത്തിലേക്ക് കടന്നു വരാം. ചെയ്യുന്ന പ്രവൃത്തികൾ മൂലം ധനപരമായ നേട്ടങ്ങൾക്ക് അത് കാരണമായി തീരും. പ്രതീക്ഷിക്കുന്നതായ ധനം തടസ്സങ്ങളാൽ മുടങ്ങിക്കിടക്കുന്നതായ സാഹചര്യം ഒരു പരിധിവരെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞ് പോകുന്നതായ സാഹചര്യമാണ്. ഇത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുന്ന ധനപരമായ നേട്ടങ്ങൾക്കും സന്തോഷകരമായ നിമിഷങ്ങൾക്കും സഹായകരമാകുന്ന സമയമാണ് വന്നു ചേരുക. ഈ സമയം പ്രധാനമായും തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതിനാൽ തൊഴിലുമായി ബന്ധപ്പെട്ട ശ്രമങ്ങൾ നടത്തുന്നത് വിജയകരമായി തീരാം. കൂടാതെ ഈ സമയം ലോട്ടറിയുമായി ബന്ധപ്പെട്ട് സമ്മാനങ്ങൾ ലഭിക്കുക, പ്രതീക്ഷിക്കാതെ തന്നെ കടബാധ്യതകൾ ഒരു പരിധിവരെയെങ്കിലും കൊടുത്തു തീർക്കുക, കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് ആശ്വാസം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ശുഭവാർത്തകൾ നിങ്ങളെ തേടിയെത്താം. പ്രതീക്ഷിക്കാതെ തന്നെ പല ശുഭവാർത്തകളും കേൾക്കുവാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. ഇത്തരത്തിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കുള്ളത്. മിഥുനം രാശി. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. മിഥുനം രാശിക്കാർക്കും ഗുരു ആദിത്യയോഗം വളരെയധികം ശുഭകരമായ ഫലങ്ങളാണ് നൽകുക. ഈ രാശിക്കാരുടെ ലഗ്നഭാവത്തിലാണ് ഈ അപൂർവ രാജയോഗം സൃഷ്ടിക്കപ്പെടുന്നത്. അതിനാൽ തന്നെ ഈ കാലയളവിൽ ഇവർക്ക് മികച്ചതായ വ്യക്തിത്വം അല്ലെങ്കിൽ ആകർഷകമായ വ്യക്തിത്വം നേടിയെടുക്കുവാൻ സാധിക്കും. കൂടുതൽ മികവോടെയും കൃത്യതയോടെയും പല ജോലികളും പൂർത്തീകരിക്കുവാൻ സാധിക്കും. മുടങ്ങിക്കിടക്കുന്നതായ ജോലികളുണ്ട് എങ്കിൽ അവ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമാക്കി തീർക്കുവാൻ, സത്യമാക്കി തീർക്കുവാൻ സാധിക്കും. ആഗ്രഹ സാഫല്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ മറ്റുള്ളവർക്ക് പോലും നിങ്ങളെ സഹായിക്കുവാനുള്ള ഒരു ആഗ്രഹം വന്നു ചേരാം. അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും സഹായങ്ങൾ
പിന്തുണ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുക, അപ്രതീക്ഷിതമായി ധനപരമായ നേട്ടങ്ങൾ തേടിയെത്തുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പ്രതീക്ഷിക്കാതെ തന്നെ ധനപരമായ ഉയർച്ച വന്നു ചേരും. ലോട്ടറിയുമായി ബന്ധപ്പെട്ട് സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വലിയ സമ്മാനങ്ങൾ തന്നെ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നും സഹായം ലഭിച്ചു എന്ന് വരാം. ലഭിക്കേണ്ടതായ ധനം ലഭിക്കുക, കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു പരിധിവരെയെങ്കിലും ഒഴിവാക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ദാമ്പത്യ ജീവിതത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. നറുക്കെടുപ്പിലൂടെ വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. വിവാഹയോഗം ജീവിതത്തിലേക്ക് കടന്നു വരാം. അതിനാൽ തന്നെ ഈ സമയം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. പൊതുവിൽ ഈ സമയം സന്തോഷകരമായ നിമിഷങ്ങൾ, ശുഭവാർത്തകൾ നിങ്ങളെ തേടിയെത്താം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സാഹചര്യങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഒട്ടും പ്രതീക്ഷിക്കാത്തതായ ചില ശുഭകരമായ വാർത്തകൾ പോലും ഈ സമയം നിങ്ങളെ തേടിയെത്താം. പൊതുവിൽ ഈ സമയം നിങ്ങളെ ഭാഗ്യം തുണയ്ക്കുന്ന സമയമാകുന്നു. മീനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർ. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുരു ആദിത്യ യോഗത്തിലൂടെ മീനം രാശിക്കാർക്കും ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. ശുഭകരമായ ദിവസങ്ങളുടെ ആരംഭമായി കണക്കാക്കാം. ഈ രാജയോഗം ഇവരുടെ 4ാം ഭാവത്തിലാണ് സംഭവിക്കുക. അതിനാൽ തന്നെ ഈ കാലയളവിൽ ഇവർക്ക് സുഖ സൗകര്യങ്ങളും ജീവിത സാഹചര്യങ്ങളും മെച്ചപ്പെടുന്നതാണ്. എന്നാൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. കുടുംബത്തിൽ സന്തോഷവും സുഖവും ശാന്തിയും ജീവിതത്തിലേക്ക് വന്നു ചേരാം. പ്രതീക്ഷിക്കാത്ത വ്യക്തികളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുക, സഹായം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. നിക്ഷേപവുമായി ബന്ധപ്പെട്ടും കാര്യങ്ങൾ അനുകൂലമായി തീരാം. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ അല്പം പ്രയാസങ്ങൾ അനുഭവിക്കുന്നതായ സാഹചര്യമുണ്ട്. സാമ്പത്തിക പരാധീനതകൾ അനുഭവിക്കുന്നതായ സാഹചര്യമുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ഈ സമയം ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വരികയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. പല വഴികളിലൂടെയും സാമ്പത്തിക ലാഭം വന്നു ചേരാം. ലോട്ടറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. ലോട്ടറിയുമായി ബന്ധപ്പെട്ട് ലാഭം തേടിയെത്തുവാനുള്ള സാധ്യതകളുണ്ട്. വലിയ സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ നിങ്ങൾക്ക് നറുക്കെടുപ്പിലൂടെയും സമ്മാനങ്ങൾ ലഭിക്കാം. അതല്ല ബിസിനസ് പരമായോ തൊഴിൽപരമായോ ധനപരമായ നേട്ടങ്ങളിലൂടെയാകാം ധനം വന്നു ചേരുക. അല്ലെങ്കിൽ ലഭിക്കേണ്ടതായ സഹായം ലഭിക്കാം. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ആ സഹായം ലഭിക്കുന്നത് വഴി ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. ഇത്തരത്തിൽ പല വഴികളിലൂടെയും ധനം വന്നു ചേരാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. ലാഭം നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. ദാമ്പത്യ ജീവിതം അനുകൂലമാവുക, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുക, ഇത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ സമയം ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ്. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുക, സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് പോലും സന്തോഷ നിമിഷങ്ങൾ, പിന്തുണ നേടിയെടുക്കുവാൻ സാധിക്കുന്ന സമയമാകുന്നു. ഈ പരാമർശിച്ചിരിക്കുന്നതായ ഫലങ്ങൾ എല്ലാം തന്നെ പൊതുഫലപ്രകാരമാണ്. അതിനാൽ ജാതകപ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരും.